ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഞാനിവിടെ എൻ്റെ തട്ടിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. ജസ്റ്റ് കുറച്ച് സംസാരിക്കാം, ചിക് ചാറ്റ്. നിങ്ങളുമായിട്ട് കുറച്ച് നാളായല്ലോ സംസാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സുപ്രീമിൽ നിന്ന് 2 സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. നിങ്ങൾ എത്ര പേര് ഈ വറ്റലപ്പം എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ അമ്മോ, ഞാൻ റീസെൻറ്റ് ഫൈൻഡാണ് കേട്ടോ. ഒരിക്കലെന്തോ ഞാൻ ഇങ്ങനെ അബദ്ധത്തിന് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇങ്ങനൊരു നാടൻ ഡെസേർട്ട് നമുക്കുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്തോ ശർക്കരയും കോക്കനട്ടും എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ എപ്പോഴും വാങ്ങിച്ച് തിന്നാറില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സ്വീറ്റ് ക്രേവിങ് വരുമ്പം ഞാൻ ഈ ഒരു സാധനവും പിന്നെ അവരുടെ തന്നെ ഒരു മാംഗോ പുഡിങ്ങും ഉണ്ട്. ഈ 2 സാധനത്തിനെ പറ്റി എത്ര പേർക്ക് അറിയാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ടോപ്പ് സാധനം കൈ സുപ്രീമിൽ നിന്ന് നിങ്ങൾ പോകുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് കാഴ്ചകൾക്കാണ്. എനിക്കത് വാട്ടർ മെട്രോ ആണെന്ന് തോന്നുന്നില്ല ഈ പോകണം. ഐഫോണിൻ്റെ സൂം കേപ്പബിലിറ്റി, സൂം വീഡിയോ അല്ല പക്ഷേ വീഡിയോ കേപ്പബിലിറ്റി നോക്കട്ടെ കേസ്. ഇത്രയും ഇത് 8x സൂമാണ്. എൻ്റെ ദൈവമേ, കുറച്ച് എക്സ്പോഷറും കൂടെ കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സംഭവം തോന്നുന്നു. ഓക്കെ, ഇതിപ്പോൾ നോക്കിയാണ്. ഇനിയിപ്പം അൾട്രാ വൈഡ് ഇടാം ഒറ്റയടിക്ക്. ഓക്കെ, അത് എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ നിന്നാണ് ആ വീഡിയോ എടുത്തതെന്ന് നോക്കിയാൽ വീണ്ടും 8x ഇട്ട് കണ്ടാ. അത് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ട്രാൻസിഷൻ. ഇടയ്ക്കൊരു ചെറിയ ക്യാമറ ജമ്പ് വരുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. അപ്പം അത് ജസ്റ്റ് അവിടെ അത് മാത്രമല്ല, ഇത് അടുത്ത് ട്രെയിൻ പോകും. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ കാണാം. അത് അടുത്ത് ട്രെയിൻ പോകണമല്ലോ. പക്ഷേ ഇങ്ങനെ നമ്മൾ സൂം ചെയ്യുമ്പം ഓരോ ക്യാമറ സ്വിച്ച് ആകുമ്പോൾ അവിടെ ഒരു ജെർക്ക് വരും ചെറിയ രീതിയിൽ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഷവമിയിലും വിവോയിലും ഒക്കെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അത് അത്ര സ്മൂത്ത് അല്ല. മുമ്പ് എനിക്ക് തോന്നുന്നു ഇത്രയും ജെർക്ക് ഇല്ലായിരുന്നു. കണ്ടോ, ചെറിയൊരു ചാട്ടം കണ്ട ക്യാമറ ഓരോരോ ഇത് വൈഡിയിൽ നിന്ന് ലൈക്ക് 1x നിന്ന് അൾട്രാ വൈഡിലോട്ട് പോകുമ്പോൾ അത്രയ്ക്കില്ല. 2x നിന്ന് 1x പോകുമ്പോഴും അത്രയ്ക്കില്ല. പക്ഷെ 4 നിന്ന് 8 നിന്ന് നമ്മൾ ബാക്കിലോട്ട് എടുക്കുമ്പം ഒരു ചെറിയ ജെർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നോക്കണം, അതും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയാൽ നൈസായിരിക്കും. അതിന് വീഡിയോയിൽ ഔട്ട് കണ്ടിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ ജെർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ വീഡിയോയിലുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേസ്. അപ്പം ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഞാൻ കാണിച്ചു തരാം. വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മോഡലും നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നത്. അതിൽ ഒരാൾ ഇന്നലെ വന്ന് കമൻറ്റ് ഇട്ടു. എല്ലാവരും നല്ലതാണ് അടിക്കുന്നത്, എനിക്ക് ബിക്കോസ് നല്ല കമൻറ്റാണ് ഇടുന്നത്, ഞാൻ കാണുന്നുണ്ട്, ബിക്കോസ് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലർ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഈ വരുന്നവരെ എന്നെ വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തു. ബിക്കോസ് എൻ്റെ ചാനലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട, അത് വേണമെങ്കിൽ പറയാം. പോരാ, ഈ ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫുഡ് കഴിക്കാൻ പോകുന്നിടത്ത് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുമ്പം അവരെ ഇംഗ്ലീഷ് ശരിയല്ല, അവരെ ആക്സെൻറ്റ് ഇട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റേ മോഡൽ ഫേക്കാണ്, ജെന്യൂൻ അല്ല, നിങ്ങൾ റിയൽ ആൾക്കാരെ കൊണ്ടുപോകും. അതൊരു റിയൽ മനുഷ്യൻ തന്നെയാണ്, മനസ്സിലായില്ലേ? അതിന് മാത്രമല്ല അതിനുള്ള പ്രായമായിട്ടുള്ളൂ. ആ ഒരു പ്രായത്തിലുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് ആ കൊച്ചു സംസാരിക്കുന്നത്. മാത്രമല്ല സംസാരിക്കണതിൻ്റെതല്ല, വേറൊരു കേസം തന്നെ അത് ഈ യൂട്യൂബിൽ നമ്മൾ ഈ വ്ളോഗിൽ എനിക്ക് തന്നെ എന്തുമാത്രം ആങ്സൈറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആദ്യമായിട്ടൊരു വ്ളോഗിൽ വരുന്ന ഒരാൾ അതിൻ്റെ നെർവസ്നെസ്സും ആങ്സൈറ്റിയും വേറെ. അപ്പോൾ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ കൂടെ ആ ഒരാൾ ഫേക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്നലെ വന്ന് ഭയങ്കര കമൻ്റ് അടിയാണ്. എൻ്റെ ലോയൽ ഫോളോവർ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഫേക്ക് അക്കൗണ്ടുമാണ് 2 മാസം മുമ്പ് എന്താണ് അവൻ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. വേറെ ഒരു കമൻറ്റും അവൻ എൻ്റെ ഇട്ടിട്ടില്ല. ഈ ഒരു കൊച്ചിൻ്റെ വീഡിയോയിൽ മാത്രം വന്നിട്ട് അവൻ്റെ സപ്പോർട്ട് ഇങ്ങനെയാണ് അവൻ കാണിക്കുന്നത്. ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തപ്പോഴും വന്നുകൊണ്ട് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല നിങ്ങളെയൊന്നും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമെന്ന്. ഞാൻ മറ്റേ അവൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തി. സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തിക്കോ. എൻ്റെ വ്ളോഗ് സ്റ്റൈലിലോ ഞാൻ ഇടുന്ന കണ്ടൻറ്റ് എന്തെങ്കിലും ഒഫൻസീവ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സംഭവമാണെങ്കിൽ കേട്ടോ. ഇത് വളരെ ജനറിക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഈ ചെയ്യണത്. വ്ളോഗ് എന്ന് പറയുന്നത് ഫുഡ് അടിക്കുന്നു, എനിക്ക് പരിചയമുള്ള ആൾക്കാരെയും കൊണ്ട് ഞാൻ കഴിക്കാൻ പോകുന്നു, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അല്ല, അതിൽ എനിക്ക് പിന്നെ പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് എനിക്ക് മനസ്സിലായില്ലേ? ലൈക്ക് ദാറ്റ് ഐ അക്സെപ്റ്റ്. അപ്പം ഞാൻ മറ്റേ പെർഫെക്റ്റ് ആണെന്നോ അതോ എൻ്റെ വ്ളോഗ് ഭയങ്കര വലിയ സംഭവമാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിൻ്റെ സ്റ്റൈൽ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ നീ ആരുടെയും ഒരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് അവളുമാര് എന്തൊക്കെയോ പറയണുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഭയങ്കര ഹേറ്റ്രെഡ് ഉള്ള പോലെ. അവൻ ഒഫൻസീവായിട്ടാണ് അവൻ സംസാരിച്ചത്. ഒരു ലാസ്റ്റ് അവൻ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം, അതായത് നിങ്ങൾ വ്ളോഗിൽ റിയൽ ആൾക്കാർ വരണമെന്നാണ് അവൻ്റെ ഈ വരുന്നവരൊക്കെ റിയൽ ആൾക്കാരായതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്നത്. അവരെനിക്ക് അത്യാവശ്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇതൊരിക്കലായിട്ട് സ്ട്രേഞ്ചർമാരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതൊരിക്കലായിട്ട് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് ഞാൻ അത്ര കംഫർട്ടബിളും അല്ല ഇങ്ങനെ ഒരു വ്ളോഗിൽ കൊണ്ടുവന്ന് കോൺവെർസേഷൻ ചെയ്യാനായിട്ട്.
അത് ചിലപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും, പറ്റൂലായിരിക്കും, അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഈ കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അത്യാവശ്യം അവരെ റിയലാണോ ജെനുവിനാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മളാരും ജഡ്ജ് ചെയ്യാൻ അത്രയ്ക്ക് ഒരു യോഗ്യതരൊന്നും അല്ല, മനസ്സിലായില്ലേ? സോ ഇങ്ങനെയുള്ള കമൻറ്റ്സ് ദയവേത് ഗൈസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അവനെ ഞാൻ ഹൈഡ് ചെയ്തിട്ട് വീണ്ടും അവനൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് വരാമെന്നേ ഉള്ളൂ. സോ ബേസിക്കലി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒരു സെൻസ് കാണിക്കണം വേറൊരാളെ പറ്റി സംസാരിക്കുമ്പോൾ. അത് പബ്ലിക്കായിട്ടാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അപ്പോൾ ആ ഒരു കൊച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തോ അത്ര ഫീലാവുമെന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ ഫേക്കാണെന്നുള്ള ആക്സെൻറ്റ് ശരിയല്ല എന്നുള്ള മറ്റേ ഇതാണ് അതാണ് അവളുമാര് ഇവളുമാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാലും വിഷമം വരും. കുറച്ചൊക്കെ റെസ്പെക്റ്റ് കാണിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. രക്ഷയില്ല, ഒരു മിനിറ്റ്, അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സൺസെറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ആയി, പക്ഷേ ഇറ്റ് വാസ് നൈസ്, നല്ല സൺസെറ്റ്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ബാക്ക് ടു ദ ടോപ്പിക് ഗൈസ്. അപ്പം കുറച്ചൊക്കെ റെസ്പെക്റ്റ് നമുക്ക് വേണം ഗൈസ്. അപ്പോൾ എൻ്റേതായിക്കോട്ടെ വേറൊരു വ്ളോഗിലോട്ട് പോയി ചെയ്യുന്നതായിക്കോട്ടെ, എനിക്ക് തോന്നുന്നില്ല ഇത് എത്ര വയസ്സുള്ള ഒരാളാണ് ഈ പറയണമെന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നോ, അവൻ്റെ എത്രത്തോളം അവന് വിവരം ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വാട്ട് എവർ ഹീ റോട്ട്, അതിപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടു കാണും. ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവോയ്ഡ് ചെയ്ത് കളബ്രോ, അവരും പറഞ്ഞു ഇവന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഇവന് ഭയങ്കര ഒട്ടും ബോധമില്ലാത്ത രീതിയിലാണ് കമൻറ്റ് ചെയ്തത് ഗൈസ്. അപ്പം ഇങ്ങനത്തെ ഈ ഭയങ്കരമായിട്ട് സ്വയം പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള കുറ്റവും കുറവും എല്ലാം. ഇപ്പം ഞാൻ ഇരുന്നിപ്പോൾ നീ ഫേക്ക് പ്രൊഫൈലിലാണ് വന്നിരുന്ന് കമൻറ്റ് അടിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ. നീ നിൻ്റെ ഒറിജിനൽ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിരത്തി തരാം നിനക്ക് നിൻ്റെ സംസാരത്തിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ ലുക്കിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ പ്രശ്നം കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മനുഷ്യന് വേറൊരാളെ പറ്റി 50,000 കുറ്റം പറയാം. പക്ഷെ അത് ഈ കുറ്റം പറയാൻ വേണ്ടി ജീവിക്കുന്നവന്മാർക്കാണ് ഈ ഒരു അസുഖമുള്ളത്. വന്നിരുന്നിട്ട് നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾ കാണാതെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് നടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവനെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നവനെ ഇവൻ നാളെയും വരും വേറെ ഏതെങ്കിലും പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ട്. അവൻ ഇതേപോലെ ചിലപ്പോൾ അവൻ വന്ന് നല്ലതൊക്കെ പറഞ്ഞിട്ട് അവൻ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന സംഭവം ഫേക്ക് പ്രൊഫൈലിൽ വരെ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്ന് പറയുന്ന കടയിൽ ഒരു ഇൻട്രോവേർട്ടായ ഞാൻ ഒരു വ്ളോഗും തുടങ്ങി വെച്ച് ഇപ്പോൾ കാണിക്കുന്നത് തന്നെ എൻ്റെ ജീവിതമാണ് ഞാൻ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊരു മറയോ ഒളിവോ ഒന്നുമില്ല. അപ്പോൾ ഇതേ സെയിം സംഭവം ഈ കമൻറ്റ് ചെയ്യാൻ വരുന്നവർക്കും കണ്ടു സോ മെനി പീപ്പിൾ. ഇപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യുന്നവർ ഒത്തിരി, എല്ലാവരും ഫേക്ക് പ്രൊഫൈലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒത്തിരി പേര് അവരുടെ റിയൽ പ്രൊഫൈലിൽ യൂട്യൂബിൽ ഉണ്ടാക്കാനുള്ള ധൈര്യമുണ്ട്. ഈ എന്തിനാണ് ഈ ഫേക്ക് പ്രൊഫൈലും ഫേക്ക് നെയിമും ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ അടിക്കേണ്ട ആവശ്യം എന്താണ്? സ്വന്തമായിട്ടൊരു പേരുണ്ട്, സ്വന്തമായിട്ടൊരു ഫേസ് ഉണ്ട്, അതിൽ വരണോടാ. ഒരുമാതിരി മറ്റേ എന്തോ പറയുമല്ലോ, മാന്യന്മാരെ പോലെ അല്ലെങ്കിൽ കുറച്ച് സിവിക് സെൻസ് ഉള്ള ആൾക്കാരെ പോലെ വന്ന് ഗട്ട്സ് കാണിക്കുക, സംസാരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഓപ്പണായിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പണായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക, ഓപ്പണായിട്ട് നീ ക്രിട്ടിസൈസ് ചെയ്യുക. അങ്ങനെയുള്ളവരെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഈ ലോകത്ത് അതിനുള്ള എല്ലാ അധികാരവും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, എന്തെന്ന് വെച്ചാൽ. പക്ഷേ ഈ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരം നിനക്കൊന്നും തന്നിട്ടില്ല ആരായാലും, മനസ്സിലായില്ലേ? നമ്മളൊരാളെ ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എന്തോ വലിയ ആളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ എന്തോ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് അവാർഡ് വല്ലതും കിട്ടിയ ആളായിരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ഇല്ലാത്ത പക്ഷം ദയവ് ചെയ്ത് ഇങ്ങനെ മനുഷ്യരെ ജഡ്ജ് ചെയ്യാനുള്ള പരിപാടി നിർത്തുക. അപ്പോൾ നീ എന്നെപ്പറ്റി നല്ലതാണ് പറഞ്ഞത്, എൻ്റെ വ്ളോഗിൽ റിയൽ ആയിട്ടുള്ളവർ വരണം, അങ്ങനെയൊക്കെയാണ് നീ ഡയലോഗ് അടിച്ച് എനിക്ക് ആ ഒരു സൂചിപ്പിക്കൽ വേണ്ട. അതായത് എൻ്റെ ഒരു വ്ളോഗിൽ വരുന്ന ഒരാളെ പറ്റിയിട്ട് കുറ്റവും പറഞ്ഞ് അവർ മറ്റേ റിയൽ അല്ല, മറ്റേ ഫേക്കാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ബോധിക്കണ കേസല്ല. ഞാൻ ഈ കൊണ്ടുവരുന്നവരായിട്ടൊക്കെ ഒരു ചെറിയൊരു കണക്ഷൻ എനിക്കും ഉണ്ട്. അപ്പോൾ പേഴ്സണൽ ലൈക്ക് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പം ഈ ഒരു മോഡൽ ഫീൽഡിലുള്ളവരായിക്കോട്ടെ, ഇപ്പം ഞാനുമായിട്ട് ബന്ധമുള്ള ആരായിക്കോട്ടെ, അവർ വരുമ്പം എൻ്റെ വ്ളോഗിൽ വരുമ്പം ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് മാക്സിമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും അവരെ പറ്റി ഇതേപോലെ ഒരുത്തന്മാർ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. അത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്തൊന്ന് വിഷമോ എന്നറിയാമോ? ആ ഒരു കമൻറ്റ് അവിടെ കിടന്നിട്ട് അവൻ അതിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ 10-17 ലൈക്ക് ഞാൻ കണ്ട്. അതും എനിക്ക് മനസ്സിലാവണല്ലോ അത് ആരാണ് അവനെ സപ്പോർട്ട് ചെയ്യണമെന്നോ. ഇത്രമാത്രം ഈ ജെൻസി ആണടെയോ ഒന്നാമത്തെ കാര്യം, അത് ജെൻസി കാറ്റഗറി എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഡസൻ മീൻ അവരെ ഡൗൺ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ടതല്ല. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ സംസാരവും അവരുടെ ഫുഡ് ഹാബിറ്റ്സും ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരാളുമായിട്ട് പോയി ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കാണിച്ചത്. അപ്പം അതിൽ കയറി നമ്മൾ ഹേട്രഡ് കാണിക്കേണ്ട ആവശ്യമില്ല. മേ ബി ജെൻഡർ മറ്റേ എന്താ പറയുക ഓവർ സ്മാർട്ടായിട്ട് നിനക്ക് തോന്നിക്കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും നിനക്ക് തോന്നിക്കാണും. അതിൻ്റേതാണല്ലോ നീ അതിൽ എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻ്റൽ കണ്ണുകൊണ്ട് ഇതിനെ കാണാതെ മാക്സിമം കുറച്ചൊക്കെ സെൻസിബിളായിട്ട് ഈ ഒരു സാധനം കാണുക. വെറുതെ എന്തിനാണ് ഹേറ്റ് ഇടുന്നത്? അത്യാവശ്യം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് പോവുക. ആ കൊച്ചൊരു മോഡലാണ്, ഞാൻ അവളെ ലിങ്ക് അതിൽ ഇട്ടിട്ടുണ്ട്. ബേസിക്കലി ഒരു സാധനം ചെയ്യുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, ഇപ്പം മോഡലിംഗ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, വ്ളോഗിങ് ആയിക്കോട്ടെ, ഇവിടെ ഒരാളൊരു
അത്യാവശ്യം ഗട്ട്സും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഈ ആക്ഷേപിച്ച് അവർ റിയൽ പോലും അല്ല, അവർ മനുഷ്യരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ അനുകൂല നിലപാടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ ഈ വന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ ഇനി അങ്ങനത്തെ കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഡിലീറ്റ് ചെയ്യും, മനസ്സിലായില്ല? അതിപ്പോൾ ഇനി എത്ര എന്നെ പൊക്കി പറഞ്ഞു അല്ലെങ്കിൽ ഈ വ്ളോഗിൽ കൂടെ ഇത് മാത്രമേ കാണാവൂ അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യാവൂ എന്നൊന്നും പറയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൽ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ഇതിൽ അൺഫിൽറ്റേർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ അധികം എഡിറ്റ് പോലും ചെയ്യാറില്ല ഈ സാധനം. അപ്പം അങ്ങനെ കാണിക്കുന്ന ഒരു സംഭവത്തിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റൽ ആവാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് എല്ലാവരും കുറ്റവും കുറവുള്ള ആൾക്കാരാണ്, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പം മാക്സിമം കുറച്ചൊക്കെ ഒരു എമ്പത്തറ്റിക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലാതെ വെറുതെ ആൾക്കാരെ കുറ്റം പറഞ്ഞ് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്ത്, മാത്രമല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് നടന്ന് ഇങ്ങനെ ഡയലോഗ് അടിച്ച് അതിനൊരു ആളെ കൂട്ടി, അത് ഞാൻ കാണാറുണ്ട്. ഞാൻ ബാക്കിയുള്ള യൂട്യൂബ് ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ പേരെ കണ്ടു, അവർക്ക് ലൈക്ക് കിട്ടാനും അവർക്ക് ആ ഒരു ക്രൗഡ് ഉണ്ടാകാനും വേണ്ടി ചെയ്യണതാണ്. അതായത് ഇവർക്ക് മറ്റേ തగ్గടിച്ച് ഡയലോഗ് അടിക്കാൻ അറിയാം, പെണ്ണുങ്ങൾക്കെതിരെ കുറേ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഒരു വലിയ കഴിവല്ല, മനസ്സിലായില്ലേ? ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ യൂസ് യുവർ സ്കിൽ വൈസ്ലി, മനസ്സിലായില്ലേ? അതിപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ നിനക്ക് അതിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യണം. അല്ലാതെ ഈ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പെണ്ണുങ്ങളെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഗൈസ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയണത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, കേൾക്കാതിരിക്കാം. വേണമെങ്കിൽ വീണ്ടും ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ആൾക്കാരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പോയി കിടന്ന് ഓരോരുത്തർ ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ അത് പോസിറ്റീവായിട്ട് കാണുക. ഒരു കുറവ് കണ്ടാൽ പോലും അത് പറയേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പറയാതിരിക്കുക. ലൈക്ക് കുറച്ചൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അവർ പ്രൈവറ്റായിട്ട് മെസ്സേജ് അയച്ച് പറയാം. ബ്രോ, എന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ ഈ വ്ളോഗിൽ വരുന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടി ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവരും നല്ലത് മാത്രമൊന്നുമല്ല പറയുന്നത്, പക്ഷേ അവർ പറയണതൊരു നല്ല വൃത്തിക്കും വെടിപ്പിലുമാണ്. അവർ പറയാറുണ്ട്, ബ്രോ ഇത് അത്ര പോരായെന്ന്, അല്ലെങ്കിൽ ഇത് മാറ്റണം, അതിങ്ങനെ ചെയ്യണം, അതങ്ങനെ. ഞാൻ അത്രമാത്രം ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ എൻ്റെ വ്ളോഗിൽ വരുന്ന ഈ വേറെ ആൾക്കാരെ പറ്റി ഒരുമാതിരി മറ്റേ ഈ കമൻറ്റ് ബോക്സിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി എന്തും പറയാമെന്നുള്ളൊരു സെറ്റപ്പ് ചെയ്തത്, ദാറ്റ് ഐ ഡോണ്ട് അക്സെപ്റ്റ്, മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അപ്പം ഐ ഹോപ്പ് ഇത് ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വളരെ ജനറിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഡീറ്റെയിലോട്ട് പോകാം ഗൈസ്. ഫുൾ ഇരുട്ടായി, വേറൊരു ബോട്ട് പോകണം ഇപ്പുറത്തെ സൈഡിലോട്ട്. ഞാനിപ്പം 4Xലാണ്. പക്ഷേ ഞാൻ എക്സ്പോഷർ കുറച്ച് ഡൗൺ ചെയ്താൽ മാത്രമേ എനിക്ക് തോന്നുന്നു കുറച്ച് ഡീറ്റെയിൽസ് വരുള്ളൂ. മറ്റേത് ഒരു പുക വന്നിരിക്കണ പോലെയാണ്. 8X അടിച്ചോട്ടെ, നോക്കിയാൽ ഇത് 8Xലാണ്. നമ്മൾ വേണ്ട എക്സ്പോഷർ കുറച്ച് താക്കണം, അപ്പോഴേ കുറച്ച് ആ ഹെയ്സ് ഒന്ന് മാറത്തുള്ളൂ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഓക്കെ, വലിയ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നോക്കി ഒറ്റയടിക്ക് ഞാൻ മറ്റേ അൾട്രാ വൈഡ് ഇട്ട് കാണിച്ചത്. ഇത്ര ദൂരത്തു നിന്നുള്ള ഷോട്ടാണ് നമ്മൾ എടുത്തത്. സോ ഒരു മിനിറ്റ് കേസ്, ഞാൻ ഇത് സാധനം എടുത്തോട്ടെ. ഒരു മിനിറ്റ്. ഇതാണ് സുപ്രീമിൻ്റെ കവർ. ഞാനൊരു സ്പൂണും എടുത്തിട്ടുണ്ട്. വെയിറ്റ്. ഓക്കെ ഗൈസ്, ഇതാണ് സാധനം, വറ്റലപ്പം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടെന്ന് തന്നെ ഞാൻ ഈ ഇടയ്ക്കാണ് ഇത് കഴിച്ചത്. അപ്പം ഇങ്ങനൊരു സാധനം എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ ഈ ചീസ് കേക്കും സാധനങ്ങളൊക്കെ കഴിക്കുമ്പം നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. സുപ്രീമിൽ പോകുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നെ കാണിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. നമുക്ക് ടേബിൾ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് എന്ത് സോഫ്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവണ്ട. അൾട്രാ സോഫ്റ്റാണ്. കഴിച്ചോട്ടെ. ആ ഏലക്കേരയും ശർക്കരയും ഒരു രക്ഷയില്ല കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റ് ഈ സാധനം. ഞാൻ നാടൻ ഡെസേർട്ട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയണം, ഞാൻ നോക്കട്ടെ. ഇതാണ് സംഭവം. സൂപ്പർ, അടിപൊളി. ഒരു മാംഗോ പുഡിംഗ് ഉണ്ട്, അതും കൂടെ നോക്കാമേ. ഓക്കെ ഗൈസ്, അടുത്തത് മാംഗോ പുഡിംഗ് സുപ്രീമില. ഓക്കെ ഗൈസ്, ഇതാണ് മാംഗോ പുഡിംഗ് സുപ്രീമില. അത് ആക്ച്വലി കുറച്ച് സ്വീറ്റാണ്, പക്ഷേ ദിസ് ഈസ് ആക്ച്വലി നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. ഞാൻ ഇടയ്ക്കൊന്ന് വാങ്ങിച്ചത്, രണ്ടും കൂടെയാണ് ഒരിക്കൽ വാങ്ങിച്ച് കഴിച്ചത്. പക്ഷേ സൂപ്പർ ടെക്സ്ചർ ഇതിൻ്റെ രണ്ടിൻ്റെ അടിപൊളിയാണ്, മനസ്സിലായാലും. ഒരു മിനിറ്റ്, ഞാൻ എടുത്ത് കാണിച്ചത്. വെയിറ്റ് തറ വയ്ക്കാം. അയ്യോ,
തറയുന്നു. ഈ സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ കോരുമ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ട്. ഇങ്ങനെ ഒരുമാതിരി കസ്റ്റഡി ടെക്സ്ചറാണ് ഉണ്ടാ അവിടെ. നല്ല ഒടുക്കത്തെ ഫ്ലേവർ കേട്ടോ. ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ് ഇത് രണ്ടിൻ്റെയും. ഇതൊരു മാംഗോ, ഒറ്റ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാംഗോ എസെൻസ് ഇട്ട് ചെയ്യുന്നതാണോ റിയൽ മാംഗോ വെച്ച് ചെയ്യണതാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. മാങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു സംഭവം നൈസ്. ഇത് രണ്ടും അടിപൊളിയാണ്. സോ ആർക്കെങ്കിലും സുപ്രീമിൽ ഭയങ്കര ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മളെ കൊച്ചിയിലെ സുപ്രീമിലാണ് ഇത് കിട്ടുന്നത്. അവിടെ പോയിട്ട് ഇത് രണ്ടും ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വറ്റലപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ഗൈസ്. സൂപ്പർ സാധനമാണ്. നമ്മുടെ ഒരു നാടൻ ഫീലിംഗ് നല്ല പോലെ, ആസ് ഇൻ നമ്മുടെ മറ്റേ നാടൻ ഡെസേർട്ടാണ് സംഭവം. അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ലോ ലൈറ്റ് പെർഫോമൻസും കൂടെ നോക്കട്ടെ ഒരു മിനിറ്റ്. 1x ലോ ലൈറ്റ് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയൂ ഗൈസ്. നോക്കട്ടെ വീഡിയോ ഇപ്പോൾ ഐഫോണിൻ്റെ 1x ലോ ലൈറ്റിലാണ് എടുക്കുന്നത്. നോക്കട്ടെ സ്കൈയുടെ കളർ നോക്കി വീഡിയോയിൽ എക്സ്പോഷർ ഡൗൺ ആക്കി പോകും. അപ്പോൾ ആ ഒരു പിങ്കും സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. എന്നിട്ട് നൈസ്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇത് പിടിച്ചിട്ട് കുറച്ചുകൂടെ കഴിയാം, മതി, 2 സ്പൂണൊക്കെ മതി. ഇതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിച്ച് മാംഗോയുടെ ടേസ്റ്റ്. പൊളി ടേസ്റ്റ്. നല്ല ക്രീമിയും മാംഗോയുടെ ആ ഒരു കംപ്ലീറ്റ് ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സുപ്രീമിൽ പോകുമ്പോൾ. ആൻഡ് എനിക്ക് ഈ മാസം മറ്റേ യാസർ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മേ ബി 2 ദിവസം നമ്മൾ ഫുഡ് എക്സ്പ്ലോറേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസത്തെ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ഉണ്ട് കൊച്ചിയിൽ. ആ സംഭവം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ ട്രാവൽ തുടങ്ങും ഗൈസ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ബാംഗ്ലൂരാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. സോ അവിടെ മുതൽ നമുക്ക് പയ്യെ റൂട്ട് മാറ്റി പിടിക്കാം ഗൈസ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ ഒരു ആക്റ്റീവ് ആവണമെന്നുണ്ട്. ഈ വ്ളോഗിൽ തന്നെ ആയിരിക്കും എൻ്റെ സകല ജേർണി നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റും. ഇനിയിപ്പം കൂടുതലും ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ വ്ളോഗ്സ്. നമുക്ക് നോക്കാം ഗൈസ്. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡൗൺ ആവും. ബിക്കോസ് എൻ്റെ ഇൻട്രോവേർട്ട് സൈഡ് വരുമ്പം വേറെ ഒന്നും ചെയ്യാനും തോന്നില്ല, ഒന്നിനും ഉള്ളൊരു മൂഡ് കാണത്തില്ല. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ എനിക്ക് ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു വ്ളോഗറേ അല്ല, പിന്നെ ഒരു ഡെയിലി വ്ളോഗർ ആവാനായിട്ട് അത്ര എളുപ്പമല്ല. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് ഞാൻ വീഡിയോ ആക്കാറുണ്ട്. പിന്നെ പുറത്തു പോകാൻ തോന്നാത്ത ദിവസങ്ങളിൽ അപ്പോഴാണ് ഒരു ബ്രേക്ക് വരുന്നത്, മനസ്സിലായല്ലേ? സോ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഗൈസ്. എന്തായാലും അടുത്ത മാസം സംഭവ ബഹുലമായിരിക്കും ഗൈസ്. ഞാൻ മാക്സിമം ട്രാവലും ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള പ്ലാൻ. പിന്നെ ഡിസംബറിൽ ഷാസ് വരും, പിന്നെ യാസറിൻ്റെ കല്യാണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡിസംബർ ഷുഡ് ബി നൈസ്. പക്ഷെ നവംബർ ഞാനതൊരു ട്രാവൽ ആൻഡ് എക്സ്പ്ലോറേഷൻ മന്ത് ആക്കാനുള്ള പ്ലാനിലാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഗൈസ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു ട്രാവൽ സംഭവം ഒന്ന് തുടങ്ങി കണ്ടാൽ മതി എന്നുള്ളതാണ്. ഉടനെ തന്നെ തുടങ്ങും ഗൈസ്. ഐ ആം പ്ലാനിങ്. ഞാൻ അതിനുള്ള ധൈര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സോളോ ട്രാവലിംഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ അധികം ചെയ്യാത്തൊരു കേസുമാണ്. അധികം ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പം ലെറ്റ്സ് സീ, ഇതൊരു പുതിയ തുടക്കമാവട്ടെ. ആൻഡ് ഇത് കാണാൻ പറ്റുമോ ചന്ദ്രൻ? ഒരു രക്ഷയില്ലല്ലേ മുകളിൽ മൂണ്. അപ്പം ആ മൂണിൻ്റെ ഒരു ഷോട്ടും കൂടെ വെച്ചിട്ട് നമ്മൾ സൈനിങ് ഓഫ്. 8x വെച്ചോട്ടെ, മൂന്ന് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ മൂന്നോടെ 4x ആവും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ആ മൂണിൻ്റെ ഷോട്ടും കൂടെ വെച്ചിട്ട് നമ്മൾ സൈനിങ് ഓഫ്. ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് എല്ലാം കാണുക. ആൾക്കാരുടെ പോസിറ്റിവിറ്റിയിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നെഗറ്റിവിറ്റി തള്ളി കയറ്റരുത് ഗൈസ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഈ ലോകത്തിലുണ്ട്. നമ്മളായിട്ട് കുറച്ചൊക്കെ നമ്മൾക്ക് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമെങ്കിലും കുറച്ച് ക്ലീനായിട്ടും ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കുറച്ച് നീറ്റായിട്ടും ഡീസൻ്റായിട്ടും നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ ആൾക്കാരുടെ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ ഗൈസ് ദാറ്റ് ഈസ് വെരി ഈസി, മനസ്സിലായില്ലേ? പക്ഷേ ആൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് നോട്ട് ടു, മനസ്സിലായോ? അപ്പം ആ ഒരു സാധനം ചെയ്യുക. നമുക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ദർ ഹാസ് ബീൻ സോ മെനി പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത് ലൈഫിൽ. സോ ഇനിയെങ്കിലും അങ്ങോട്ട് നമുക്കറിയാമല്ലോ എത്ര ചെറിയൊരു ലൈഫാണ്, അതിൽ മാക്സിമം പോസിറ്റീവായിട്ട് സാധനങ്ങൾ കാണുക.
ആൾക്കാരുടെ പോസിറ്റിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അവരുടെ നല്ല കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ഗൈസ്. ഈ ചീത്ത കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ എഫേർട്ടിൻ്റെ അപ്പുറം ഇടുന്നുണ്ടാവും അതൊക്കെ മാറ്റാനായിട്ട്, മനസ്സിലായി? സോ ലെറ്റ്സ് ഹെൽപ്പ് ദം ഡു ദാറ്റ്. അല്ലാതെ നമ്മൾ അതിനെ വേഴ്സ് ആക്കുകയല്ല ചെയ്യാനുള്ളത്, മനസ്സിലായി? സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഐ ആം നോബഡി ടു ജഡ്ജ് എനിവൺ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാനുള്ളൊരു അങ്ങനെ ഒരാളും അല്ല. പക്ഷെ ഞാൻ ജസ്റ്റ് എൻ്റേതായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് പറയുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ എടുക്കാൻ കൈസ്, അല്ലെങ്കിൽ തള്ളിക്കളയെങ്കിൽ തള്ളിക്കളയാം. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ എൻ്റെ വ്ളോഗിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ് ഇപ്പം വ്ളോഗിനെ പറ്റിയാണെങ്കിൽ ഐ വിൽ കീപ്പ് ഇറ്റ്, അല്ലാതെ ഒരാളെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡിലീറ്റ് ഇറ്റ്. സിമ്പിൾ ആസ് ദാറ്റ്. ലവ് യു ഗൈസ്. ബൈ.